നമ്മൾ ഇന്ന് നോക്കുന്നത് 2024 അസിസ്റ്റന്റ് കന്നഡ മലയാളം നോയിങ് തസ്തികയിലേക്ക് നടന്ന എക്സാമിന്റെ മലയാളം ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതില് 20 മലയാളം ക്വസ്റ്റ്യൻസും 20 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസും ഉണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 181/2024. ആദ്യം നമുക്ക് മലയാളം ക്വസ്റ്റ്യൻസ് നോക്കാം. 61ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിട്ടുള്ളവയിൽ നിന്ന് ശരിയായ പദം തിരഞ്ഞെടുത്തെഴുതുക. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, അനുരഞ്ജനം. തന്നിരിക്കുന്നതിൽ ശരിയായ വാക്ക് ഓപ്ഷൻ ബി ആണ്, അനുരഞ്ജനം. 62ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിട്ടുള്ളവയിൽ നിന്ന് ശരിയായ വാക്യം കണ്ടെത്തുക. തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ശരിയായ വാക്യം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ്, മറ്റാരിലും കാണാത്ത കഴിവുകൾക്കുടമയാണ് ഗാന്ധിജി. മറ്റാരിലും കാണാത്ത കഴിവുകൾക്കുടമയാണ് ഗാന്ധിജി. 63ാമത്തെ ക്വസ്റ്റ്യൻ, വൈദ്യർ എന്ന പദം ഏത് വിഭാഗത്തിൽ പെടുന്നു? വൈദ്യർ എന്ന പദം ഏത് വിഭാഗത്തിൽ പെടുന്നു? ആൻസർ വരുന്നത് ഓപ്ഷൻ സി, പൂജക ബഹുവചനം. വൈദ്യർ എന്നത് പൂജക ബഹുവചനത്തിൽ പെടുന്നു. 64ാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ നൽകിയിരിക്കുന്നതിൽ നിന്ന് പഴഞ്ചൊല്ല് കണ്ടെത്തുക. തന്നിട്ടുള്ള ഓപ്ഷൻസിൽ പഴഞ്ചൊല്ല് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, നിത്യാഭ്യാസി ആനയെ എടുക്കും. 65ാമത്തെ ക്വസ്റ്റ്യൻ, തെറ്റായ പദം കണ്ടെത്തുക. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, അനുഷ്ഠാനം. അവിടെ ടായല്ല ഇഠായാണ് വേണ്ടത്, അനുഷ്ഠാനം. 66ാമത്തെ ക്വസ്റ്റ്യൻ, ചേർത്തെഴുതുക. വാക്ക് അധികം ധോരണി. വാക്ക് അധികം ധോരണി ചേർത്തെഴുതിയാല് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, വാഗ്ധോരണി. 67ാമത്തെ ക്വസ്റ്റ്യൻ, കൂട്ടത്തിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ എ പുത്രൻ, ഓപ്ഷൻ ബി തനയൻ, ഓപ്ഷൻ സി ആത്മജൻ, ഓപ്ഷൻ ഡി സ്നുഷ. ഇതില് കൂട്ടത്തിൽ പെടാത്തത് ഓപ്ഷൻ ഡി ആണ്, സ്നുഷ. സ്നുഷ എന്നാല് മരുമകൾ എന്നാണ് അർത്ഥം. സ്നുഷ എന്നാല് മരുമകൾ എന്നാണ് അർത്ഥം. പുത്രൻ, തനയൻ, ആത്മജൻ എന്നിവയെല്ലാം മകൻ എന്നതിന്റെ പര്യായ പദങ്ങളാണ്. മകൻ എന്നതിന്റെ പര്യായ പദങ്ങളാണ് പുത്രൻ, തനയൻ, ആത്മജൻ. സ്നുഷ എന്ന് പറഞ്ഞാല് മരുമകൾ എന്നാണ് അർത്ഥം. അപ്പം ഓപ്ഷൻ ഡി സ്നുഷയാണ് കൂട്ടത്തിൽ പെടാത്തത്. 68ാമത്തെ ക്വസ്റ്റ്യൻ, ലോകത്തെ സംബന്ധിച്ചത് എന്നതിന്റെ ഒറ്റപ്പദം. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ലൗകികം. ലോകത്തെ സംബന്ധിച്ചത് ലൗകികം. 69ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിട്ടുള്ളവയിൽ നിന്ന് വിയോഗം എന്ന പദത്തിന്റെ വിപരീത പദം എഴുതുക. ആൻസർ വരുന്നത് ഓപ്ഷൻ സി, സംയോഗം. വിയോഗം എന്ന പദത്തിന്റെ വിപരീത പദമാണ് സംയോഗം. 70ാമത്തെ ക്വസ്റ്റ്യൻ, പിരിച്ചെഴുതുക. വെൺചാമരം. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, വെൺ അധികം ചാമരം. വെൺചാമരം എന്ന പദം പിരിച്ചെഴുതിയാല് വെൺ അധികം ചാമരം. 71ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് പുഷ്പം എന്ന പദത്തിന്റെ സമാന പദം ഏത്? ഓപ്ഷൻ എ മരന്തം, ഓപ്ഷൻ ബി മധു, ഓപ്ഷൻ സി വല്ലിക, ഓപ്ഷൻ ഡി സോനം. ഇവയിൽ പുഷ്പം എന്ന പദത്തിന്റെ സമാന പദമാണ് ഓപ്ഷൻ ഡി, സോനം. സോനം എന്ന് പറഞ്ഞാല് പുഷ്പം എന്നാണ് അർത്ഥം. ഇനി മരന്തം എന്ന് പറഞ്ഞാല് തേൻ എന്നാണ് അർത്ഥം. മരന്തം തേൻ. മധു എന്ന് പറഞ്ഞാലും തേൻ എന്ന് തന്നെയാണ് അർത്ഥം. ഇനി വല്ലിക എന്ന് പറഞ്ഞാല് വള്ളി അല്ലെങ്കിൽ കൊടി എന്നാണ് അർത്ഥം. അപ്പം മരന്തം, മധു ഇവയുടെ അർത്ഥം തേൻ എന്നാണ്. വല്ലിക എന്നാല് വള്ളി അല്ലെങ്കിൽ കൊടി. സൂനം എന്ന് പറഞ്ഞാല് പുഷ്പം. 72ാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ നൽകിയിട്ടുള്ള പദത്തിന് അനുയോജ്യമായ ശൈലി കണ്ടെത്തുക. വലിയ വ്യത്യാസം. അതിന് അനുയോജ്യമായ ശൈലി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ അജഗജാന്തരം, ഓപ്ഷൻ ബി അക്കരപ്പച്ച, ഓപ്ഷൻ സി ആകാശകുസുമം, ഓപ്ഷൻ ഡി അങ്കുലി പരിമിതം. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, അജഗജാന്തരം. വലിയ വ്യത്യാസം എന്ന പദത്തിന് അനുയോജ്യമായ ശൈലിയാണ് ഓപ്ഷൻ എ, അജഗജാന്തരം. ഇനി അക്കരപ്പച്ച എന്ന് പറഞ്ഞാല് ദൂരെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അപരിചിതമായ കാര്യങ്ങൾ കൂടുതൽ ആകർഷകമായി തോന്നുക. ദൂരെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അപരിചിതമായ കാര്യങ്ങൾ കൂടുതൽ ആകർഷകമായി തോന്നുക എന്നതിന് പറയുന്നതാണ് അക്കരപ്പച്ച. ഇനി ആകാശകുസുമം എന്ന് പറഞ്ഞാൽ സംഭവിക്കാൻ സാധ്യതയില്ലാത്ത കാര്യം. ആകാശകുസുമം
സംഭവിക്കാൻ സാധ്യതയില്ലാത്ത കാര്യം. അങ്കുലി പരിമിതം, വിരലിൽ എണ്ണാവുന്നത്ര കുറവ് അല്ലെങ്കിൽ വളരെ കുറഞ്ഞ അളവ്. അങ്കുലി പരിമിതം എന്ന് പറഞ്ഞാൽ വിരലിൽ എണ്ണാവുന്നത്ര കുറവ് അല്ലെങ്കിൽ വളരെ കുറഞ്ഞ അളവ്. 73ാമത്തെ ക്വസ്റ്റ്യൻ, മഹാൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗം. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, മഹതി. മഹാൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗമാണ് ഓപ്ഷൻ ഡി, മഹതി. 74ാമത്തെ ക്വസ്റ്റ്യൻ, എനിക്ക് പനിയും ജലദോഷവുമാണ് എന്ന വാക്യത്തിന്റെ ശരിയായ പരിഭാഷ ഏത്? എനിക്ക് പനിയും ജലദോഷവുമാണ് എന്ന വാക്യത്തിന്റെ ശരിയായ പരിഭാഷ. ആൻസർ വരുന്ന ഓപ്ഷൻ എ ആണ്, ഐ ആം സഫറിംഗ് ഫ്രം ഫീവർ ആൻഡ് കോൾഡ്. ഐ ആം സഫറിംഗ് ഫ്രം ഫീവർ ആൻഡ് കോൾഡ്. 75ാമത്തെ ക്വസ്റ്റ്യൻ, വിഗ്രഹിച്ചെഴുതുക. സ്നേഹസമ്മാനം. ആൻസർ വരുന്ന ഓപ്ഷൻ എ ആണ്, സ്നേഹത്താലുള്ള സമ്മാനം. സ്നേഹസമ്മാനം വിഗ്രഹിച്ചാല് സ്നേഹത്താലുള്ള സമ്മാനം. 76ാമത്തെ ക്വസ്റ്റ്യൻ, വാക്യം ചേർത്തെഴുതുക. ശക്തിക്കനുസരിച്ച്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, യഥാശക്തി. ശക്തിക്കനുസരിച്ച് എന്നതിന്റെ ആൻസർ ആണ് ഓപ്ഷൻ എ, യഥാശക്തി. ഇനി യഥേഷ്ടം എന്ന് പറഞ്ഞാല് ഇഷ്ടമനുസരിച്ച് എന്നാണ് അർത്ഥം. യഥേഷ്ടം ഇഷ്ടമനുസരിച്ച്, യഥായോഗ്യം യോഗ്യതയ്ക്കനുസരിച്ച്, യഥാമതി തോന്നുന്നത് പോലെ അല്ലെങ്കിൽ വിചാരിക്കുന്നത് പോലെ. 77ാമത്തെ ക്വസ്റ്റ്യൻ, കുംഭത്തിൽ നട്ടാൽ കുപ്പയിലും മാണിക്യം എന്ന പഴഞ്ചൊല്ല് എന്തുമായി ബന്ധപ്പെട്ടതാണ്? കുംഭത്തിൽ നട്ടാൽ കുപ്പയിലും മാണിക്യം എന്നത് എന്തുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ലാണ്? ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ്, കൃഷിയുമായി. കൃഷിയുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ലാണ് കുംഭത്തിൽ നട്ടാൽ കുപ്പയിലും മാണിക്യം. 78ാമത്തെ ക്വസ്റ്റ്യൻ, ആകാശം എന്ന പദത്തിന്റെ പര്യായ പദം ചുവടെ നൽകിയിരിക്കുന്നതിൽ നിന്ന് കണ്ടെത്തുക. ഓപ്ഷൻ എ വിഹഗം, ഓപ്ഷൻ ബി അയനം, ഓപ്ഷൻ സി അടവി, ഓപ്ഷൻ ഡി വ്യോമം. ആകാശം എന്നതിന്റെ പര്യായ പദമാണ് ഓപ്ഷൻ ഡി വ്യോമം. ഇനി വിഹഗം എന്ന് പറഞ്ഞാല് പക്ഷി എന്നാണ് അർത്ഥം. വിഹഗം പക്ഷി. അയനം എന്ന് പറഞ്ഞാല് വഴി അല്ലെങ്കിൽ സഞ്ചാരം അല്ലെങ്കിൽ ദിശ. വഴി, സഞ്ചാരം അല്ലെങ്കിൽ ദിശ എന്നാണ് അയനം എന്ന പദത്തിന്റെ അർത്ഥം. അടവി എന്നാല് കാട് അല്ലെങ്കിൽ വനം എന്നാണ് അർത്ഥം. 79ാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ നൽകിയിരിക്കുന്നവയിൽ സ്ഥായി ഭാവം എന്ന പദത്തിന് അനുയോജ്യമായ അർത്ഥം. സ്ഥായി ഭാവം എന്ന പദത്തിന്റെ അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, സ്ഥിരമായ ഭാവം. സ്ഥായി ഭാവം എന്നാല് സ്ഥിരമായ ഭാവം എന്നാണ് അർത്ഥം. 80ാമത്തെ ക്വസ്റ്റ്യൻ, കുയിൽ എന്ന പദത്തിന്റെ പര്യായ പദമല്ലാത്തത് കണ്ടെത്തുക. ആൻസർ വരുന്നത് ഓപ്ഷൻ സി, ബാജിയാണ്. ബാജി എന്നാൽ കുതിര എന്നാണ് അർത്ഥം. കുയിൽ എന്ന പദത്തിന്റെ പര്യായ പദമല്ലാത്തത് ഓപ്ഷൻ സി, വാജി. വാജി എന്നാല് കുതിര എന്നാണ് അർത്ഥം. കോകിലം, പികം, പരഭൃതം ഇവയെല്ലാം കുയിലിന്റെ പര്യായ പദങ്ങളാണ്. കോകിലം, പികം, പരഭൃതം കുയിലിന്റെ പര്യായ പദങ്ങളാണ്. നമ്മള് മലയാളത്തിലെ 20 ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞു. ഇനി ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് നോക്കാം. 81ാമത്തെ ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ പാർട്ട് ഓഫ് സ്പീച്ച് ഓഫ് വിൽ ഇൻ ദിസ് സെന്റൻസ്. തന്നിരിക്കുന്ന സെന്റൻസില് വിൽ എന്നത് ഏത് പാർട്ട് ഓഫ് സ്പീച്ചിൽ വരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. വേർ ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ. ഈ സെന്റൻസില് വിൽ എന്നത് ഏത് പാർട്ട് ഓഫ് സ്പീച്ച് ആണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ വെർബ്, ഓപ്ഷൻ ബി നൗൺ, ഓപ്ഷൻ സി അഡ്ജക്റ്റീവ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ഇതിന്റെ ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ്, നൗൺ. ഇവിടെ വിൽ എന്ന് പറഞ്ഞാല് ഒരു ആഗ്രഹം എന്ന അർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അതൊരു നൗൺ ആണ്. ആൻസർ ഈസ് ഓപ്ഷൻ ബി, നൗൺ. 82ാമത്തെ ക്വസ്റ്റ്യൻ, the students of this class dash had. Option A works, option B work, option C had worked, option D none of this. ഇപ്പൊ തന്നിരിക്കുന്ന സെന്റൻസിൽ the students ആണ് സബ്ജക്റ്റ് വരുന്നത്. അപ്പം സ്റ്റുഡൻസ് എന്ന് പറയുന്നത് ഒരു പ്ലൂറൽ ആണ്. അതുകൊണ്ട് വേർബും പ്ലൂറൽ വരണം. തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ പ്ലൂറൽ വേർബ് വരുന്നത് ഓപ്ഷൻ ബിയിലാണ്, വർക്ക്. അപ്പം the answer is option B, work. The students of this class work hard. 83ാമത്തെ ക്വസ്റ്റ്യൻ, ലെറ്റ്സ് സ്റ്റാർട്ട് ഔർ പ്രോഗ്രാം നൗ ഇറ്റ്സെൽഫ്. ക്വസ്റ്റ്യൻ ടാഗ് എഴുതാനാണ്. ലെറ്റ്സ് സ്റ്റാർട്ട് ഔർ പ്രോഗ്രാം നൗ ഇറ്റ്സെൽഫ്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ഷാൽ ബി. ലെറ്റസ് ക്വസ്റ്റ്യനിൽ വന്നാല് അതിന്റെ ടാഗ് എപ്പോഴും ഷാൽ ബി ആയിരിക്കും. 84ാമത്തെ ക്വസ്റ്റ്യൻ, ഷീ ഹാസ് ബീൻ ഡാഷ്
to win her manager's favor since she joined the company. Option A, tried. Option B, trying. Option C, not trying. Option D, none of this. തന്നിരിക്കുന്ന സെന്റൻസിന്റെ മീനിങ് എന്താ വരുന്നത്? ഷീ ഹാസ് ബീൻ ഡാഷ് ടു വിൻ ഹെർ മാനേജേഴ്സ് ഫേവർ സിൻസ് ഷീ ജോയിൻഡ് ദ കമ്പനി. അവൾ ഈ കമ്പനിയിൽ ജോയിൻ ചെയ്തപ്പോൾ തൊട്ടേ മാനേജറുടെ ഫേവർ പിടിച്ചു പറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം കഴിഞ്ഞ ഒരു കാലത്ത് തുടങ്ങിയിട്ട് അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ? അവൾ ജോയിൻ ചെയ്ത കാലം മുതൽ ഇപ്പോഴും ആ പ്രവൃത്തി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ച് പറയാൻ നമ്മൾ ഏത് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. കഴിഞ്ഞ കാലത്ത് തുടങ്ങി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുവാൻ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പം ക്വസ്റ്റ്യനില് ഷീ ഹാസ് ബീൻ തന്നിട്ടുണ്ട്. അപ്പം കണ്ടിന്യൂസ് ടെൻസിൽ ING ഫോം വരണം. അപ്പം തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, ട്രൈയിങ്. ഷീ ഹാസ് ബീൻ ട്രൈയിങ് ടു വിൻ ഹെർ മാനേജേഴ്സ് ഫേവർ സിൻസ് ഷീ ജോയിൻഡ് ദ കമ്പനി. 85ാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് ഇറ്റ് ഡാഷ് വി മേ ഹാവ് ടു കോൾ ഓഫ് ദ മാച്ച്. If it dash, we may have to call off the match. Option A, rained. Option B, has rained. Option C, had rained. Option D, none of this. തന്നിരിക്കുന്നത് ഒരു കണ്ടീഷണൽ ക്ലോസ് ആണ്. നമ്മൾ ഈഫ് ക്ലോസ് ആണ് പൂരിപ്പിക്കേണ്ടത്. മെയിൻ ക്ലോസിൽ വി മേ ഹാവ് എന്നാണ് വന്നിരിക്കുന്നത്. അതായത് സബ്ജക്റ്റ് പ്ലസ് മേ പ്ലസ് വെർബ് എന്നുള്ള ഫോമാണ് വന്നിരിക്കുന്നത്. ഈഫ് ക്ലോസിൽ ഈഫ് പ്ലസ് സിമ്പിൾ പ്രസന്റ് ടെൻസ് വരുമ്പോഴാണ് നമ്മൾ മെയിൻ ക്ലോസിൽ വിൽ, ക്യാൻ ഓർ മേ പ്ലസ് വെർബ് എന്ന ഫോം ഉപയോഗിക്കുന്നത്. ഈഫ് ക്ലോസിൽ ഈഫ് പ്ലസ് സിമ്പിൾ പ്രസന്റ് വരുമ്പോഴാണ് നമ്മൾ മെയിൻ ക്ലോസിൽ സബ്ജക്റ്റ് പ്ലസ് വിൽ, ക്യാൻ ഓർ മേ പ്ലസ് വെർബ് എന്ന ഫോം ഉപയോഗിക്കുന്നത്. അപ്പം ആ കണ്ടീഷൻ അനുസരിച്ച് ഇവിടെ സിമ്പിൾ പ്രസന്റ് ആണ് വരേണ്ടത്. സിമ്പിൾ പ്രസന്റിൽ വരുമ്പം ഇഫ് ഇറ്റ് റെയിൻസ് എന്നാണ് വരേണ്ടത്. അത് തന്നിട്ടുള്ള ഓപ്ഷൻസിൽ ഇല്ലാത്തത് കൊണ്ട് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, നൺ ഓഫ് ദിസ് ആണ്. 86ാമത്തെ ക്വസ്റ്റ്യൻ, ഡാഷ് മാൻസ് ദ നോബിളിസ്റ്റ് വർക്ക് ഓഫ് ഗോഡ്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ആൻഡ് ഓണസ്റ്റ്. ആൻഡ് ഓണസ്റ്റ് മാൻസ് ദി നോബിളിസ്റ്റ് വർക്ക് ഓഫ് ഗോഡ്. 87ാമത്തെ ക്വസ്റ്റ്യൻ, അവർ ന്യൂ ഓഫീസ് ഈസ് കേപ്പബിൾ ഡാഷ് ഹാൻഡ്ലിംഗ് 100 customers per hour. Our new office is capable dash handling 100 customers per hour. കറക്റ്റ് പ്രിപ്പോസിഷൻ ചേർക്കാനാണ് കേപ്പബിൾ എന്ന വേർഡിന്റെ കൂടെ ചേർക്കുന്ന പ്രിപ്പോസിഷൻ ഓഫ് ആണ്. അപ്പം ആൻസർ വരുന്നത് ഓപ്ഷൻ സി, ഓഫ്. അവർ ന്യൂ ഓഫീസ് ഇസ് കേപ്പബിൾ ഓഫ് ഹാൻഡ്ലിംഗ് 100 customers per hour. 88ാമത്തെ ക്വസ്റ്റ്യൻ, he scored good marks in the examination dash he did not study. He scored good marks in the examination dash he did not study. ഇവിടെ ആൻസർ വരുന്ന ഓപ്ഷൻ സി, ഓൾദോ ആണ്. He scored good marks in the examination although he did not study. അവൻ പഠിച്ചില്ല എങ്കിലും എക്സാമിനേഷനിൽ നല്ല മാർക്ക് സ്കോർ ചെയ്തു. അപ്പം ഓൾദോ എന്ന വാക്കിന്റെ അർത്ഥം എങ്കിലും എന്നാണ്. ഓൾദോ എന്ന് പറഞ്ഞാൽ ഒരു കൺജങ്ഷൻ ആണ്. ഇതിന് ശേഷം എപ്പോഴും ഒരു ക്ലോസ് വരണം. അതായത് സബ്ജക്റ്റ് പ്ലസ് വെർബുള്ള ഒരു പൂർണ്ണ രൂപം വരണം. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന സെന്റൻസിൽ ബ്ലാങ്കിന് ശേഷം ഹി ഡിഡ് നോട്ട് സ്റ്റഡി എന്നൊരു ക്ലോസ് ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓൾദോ ആണ്. ഇനി ഇൻസ്പൈറ്റ് ഓഫ് അല്ലെങ്കിൽ ഡെസ്പൈറ്റ് എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നിട്ടും ആയിരുന്നിട്ടും എന്നൊക്കെയാണ് അർത്ഥം. ഇവ രണ്ടും പ്രിപ്പോസിഷൻസ് ആണ്. ഇവയ്ക്ക് ശേഷം ഒരു നൗൺ അല്ലെങ്കിൽ പ്രോനൗൺ അല്ലെങ്കിൽ ഒരു ജെറണ്ട് ഫോം ആയിരിക്കണം പറയേണ്ടത്. ഇവയ്ക്ക് ശേഷം നേരിട്ടൊരു ക്ലോസ് വരാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ, ഹി സ്കോർഡ് ഗുഡ് മാർക്സ് ഡെസ്പൈറ്റ് അല്ലെങ്കിൽ ഇൻസ്പൈറ്റ് ഓഫ് നോട്ട് സ്റ്റഡിങ് വെൽ. അങ്ങനെ വേണം വരാന്, ഒരു ക്ലോസ് വരാൻ പാടില്ല. അതുകൊണ്ട് ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ഓൾദോ. 89ാമത്തെ ക്വസ്റ്റ്യൻ, ഐ ആം നോട്ട് ഗോയിങ് ടു സ്കൂൾ ടുഡേ ബിക്കോസ് മൈ മദർ ഈസ് നോട്ട് വെൽ. ചൂസ് ദ സ്യൂട്ടബിൾ ക്വസ്റ്റ്യൻ ടു ഗെറ്റ് ദിസ് സെന്റൻസ് ആസ് ദി ആൻസർ. ഈ സെന്റൻസ് ആൻസർ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. ഐ ആം നോട്ട് ഗോയിങ് ടു സ്കൂൾ ടുഡേ ബിക്കോസ് മൈ മദർ ഈസ് നോട്ട് വെൽ. ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്നില്ല, എന്തുകൊണ്ടെന്നാൽ എന്റെ അമ്മയ്ക്ക് സുഖമില്ല. ഈ ആൻസർ വരുന്ന ക്വസ്റ്റ്യൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ആൻസർ വരുന്ന ഓപ്ഷൻ എ ആണ്. വൈ ആർ യു നോട്ട് ഗോയിങ് ടു സ്കൂൾ
ടുഡേ, നീ എന്തുകൊണ്ടാണ് ഇന്ന് സ്കൂളിൽ പോകാത്തത്? അപ്പം ഒരു ക്വസ്റ്റ്യൻ എഴുതണമെങ്കിൽ അതിന്റെ ഫോം വരുന്നത് WH വേർഡ് പ്ലസ് ഹെൽപ്പിംഗ് വേർബ് പ്ലസ് സബ്ജക്ട് പ്ലസ് റെസ്റ്റ് ഓഫ് ദ സെന്റൻസ്. ഇനി നോ, നോട്ട് എന്നിങ്ങനെയുള്ള നെഗറ്റീവ് ഉണ്ടെങ്കിൽ അതും സബ്ജക്റ്റിന്റെ കൂടെ ചേർക്കണം. അപ്പം ഇവിടെ ആൻസർ വരുന്ന ഓപ്ഷൻ എ ആണ്. വൈ ആർ യു നോട്ട് ഗോയിങ് ടു സ്കൂൾ ടുഡേ? 90ാമത്തെ ക്വസ്റ്റ്യൻ, ഹാഡ് ഹി ബീൻ എഡ്യൂക്കേറ്റഡ് പ്രോപ്പർലി his life would have been better. Comment on the sentence. Had he been educated properly, his life would have been better. തന്നിരിക്കുന്ന സെന്റൻസിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ അതോ കറക്റ്റ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ്. ദ എൻറ്റയർ സെന്റൻസ് ഈസ് റൈറ്റ്. തന്നിരിക്കുന്ന സെന്റൻസ് കറക്റ്റ് ആണ്, അതുകൊണ്ട് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി. ദ എൻറ്റയർ സെന്റൻസ് ഈസ് റൈറ്റ്. 91ാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ്. 92ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ഫെമിനിൻ ജെൻഡർ ഓഫ് ദ വേർഡ് ഡ്രോൺ? ഡ്രോൺ എന്ന വേർഡിന്റെ ഫെമിനിൻ ജെൻഡർ ആണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ്. ബി. ഡ്രോൺ എന്നതിന്റെ ഫെമിനിൻ ജെൻഡർ ആണ് ബി. 93ാമത്തെ ക്വസ്റ്റ്യൻ, പിക്ക് ഔട്ട് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ് ഫ്രം ദ ഫോളോയിങ്. കറക്റ്റ് സ്പെല്ലിംഗ് ഉള്ള വേർഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, ട്യൂഷൻ. TUITION. 94ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ കളക്റ്റീവ് നെയിം യൂസ്ഡ് ഫോർ എ ഗ്രൂപ്പ് ഓഫ് സോൾജേഴ്സ്? എ ഗ്രൂപ്പ് ഓഫ് സോൾജേഴ്സ് എന്നതിന്റെ കളക്റ്റീവ് നെയിം എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ബാൻഡ്, ഓപ്ഷൻ ബി ഫ്ലോക്ക്, ഓപ്ഷൻ സി കോൺഗ്രിഗേഷൻ, ഓപ്ഷൻ ഡി റെജിമെന്റ്. എ ഗ്രൂപ്പ് ഓഫ് സോൾജേഴ്സ് എന്നതിന്റെ കളക്റ്റീവ് നൗൺ ആണ് ഓപ്ഷൻ ഡി റെജിമെന്റ്. അതുപോലെ ആർമി, ട്രൂപ്പ് എന്നീ കളക്റ്റീവ് നൗണുകളും എ ഗ്രൂപ്പ് ഓഫ് സോൾജേഴ്സ് എന്നതിന് ഉപയോഗിക്കാറുണ്ട്. അപ്പം എ ഗ്രൂപ്പ് ഓഫ് സോൾജേഴ്സ് എന്നതിന്റെ കളക്റ്റീവ് നൗൺസ് ആണ് റെജിമെന്റ്, ആർമി, ട്രൂപ്പ്. ഇനി ബാൻഡ് എന്ന് പറയുന്നത് ബാൻഡ് ഓഫ് മ്യൂസിഷ്യൻസ്. മ്യൂസിഷ്യൻസിന്റെ കളക്റ്റീവ് നൗൺ ആണ് ബാൻഡ്. ഇനി ഫ്ലോക്ക് എന്ന് പറയുന്നത് ബേർഡ്സ്, ഷീപ്പ് ഇവയുടെയൊക്കെ കളക്റ്റീവ് നൗൺ ആണ്. അതുപോലെ കോൺഗ്രിഗേഷൻ എന്ന് പറഞ്ഞാൽ എ ഗ്രൂപ്പ് ഓഫ് വർഷിപ്പേഴ്സ്. വിശ്വാസികളുടെ ഗ്രൂപ്പിനാണ് കോൺഗ്രിഗേഷൻ എന്ന് പറയുന്നത്. 95ാമത്തെ ക്വസ്റ്റ്യൻ, ചൂസ് എ സിനോണിം ഫോർ ദ വേർഡ് ബ്ലാസ്ഫിമസ് ഫ്രം ദ വേർഡ്സ് ഗിവൻ. ബ്ലാസ്ഫിമസ് എന്നതിന് സിനോണിം ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ അഡോറേഷൻ, ഓപ്ഷൻ ബി റെസ്പെക്ട്, ഓപ്ഷൻ സി പ്രൊഫെയിൻ, ഓപ്ഷൻ ഡി അഡ്മിറേഷൻ. ബ്ലാസ്ഫിമസ് എന്ന് പറഞ്ഞാല് ദൈവനിന്ദാപരമായ എന്നാണ് അർത്ഥം. അപ്പം അതിന് സിനോണിം വരുന്നത് ഓപ്ഷൻ സി പ്രൊഫെയിൻ ആണ്. ബ്ലാസ്ഫിമസിന്റെ സിനോണിം ആണ് പ്രൊഫെയിൻ. ഇനി അഡോറേഷൻ എന്ന് പറഞ്ഞാല് ആരാധന എന്നാണ് അർത്ഥം. റെസ്പെക്ട് എന്ന് പറഞ്ഞാല് ബഹുമാനം, അഡ്മിറേഷൻ ആദരവ്. 96ാമത്തെ ക്വസ്റ്റ്യൻ, പിക്ക് ഔട്ട് ദ ഫ്രേസൽ വെർബ് വിത്ത് ദ മീനിങ് ഡിസ്ട്രിബ്യൂട്ട്. ഡിസ്ട്രിബ്യൂട്ട് എന്ന മീനിങ് വരുന്ന ഫ്രേസൽ വെർബ് എഴുതാനാണ്. ഓപ്ഷൻ എ ഗിവ് അപ്പ്, ഓപ്ഷൻ ബി ഗിവ് ഇൻ, ഓപ്ഷൻ സി ഗിവ് എവേ, ഓപ്ഷൻ ഡി ഗിവ് ഓഫ്. ഡിസ്ട്രിബ്യൂട്ട് എന്ന മീനിങ് വരുന്ന ഫ്രേസൽ വെർബ് ആണ് ഓപ്ഷൻ സി ഗിവ് എവേ. ഇനി ഗിവ് അപ്പ് എന്ന് പറഞ്ഞാല് ഒരു കാര്യം ചെയ്യുന്നത് ഉപേക്ഷിക്കുക, അതിനാണ് ഗിവ് അപ്പ് എന്ന് പറയുന്നത്. ഗിവ് ഇൻ എന്ന് പറഞ്ഞാല് വഴങ്ങുക അല്ലെങ്കിൽ കീഴടങ്ങുക. ഗിവ് ഓഫ് എന്ന് പറഞ്ഞാല് പുറത്തു വിടുക. അപ്പം ഡിസ്ട്രിബ്യൂട്ട് എന്ന മീനിങ് വരുന്ന ഫ്രേസൽ വെർബ് ഓപ്ഷൻ സി ഗിവ് എവേ. 97ാമത്തെ ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് മീനിങ് ഓഫ് ദ ഇഡിയം ടു ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ്. ടു ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് എന്ന ഇഡിയത്തിന്റെ മീനിങ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ടു റിവീൽ എ സീക്രട്ട്. ടു ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് എന്ന ഇഡിയത്തിന്റെ മീനിങ് ആണ് ഓപ്ഷൻ ഡി ടു റിവീൽ എ സീക്രട്ട്. 98ാമത്തെ ക്വസ്റ്റ്യൻ, ഫിൽ ഇൻ ദ ബ്ലാങ്ക് വിത്ത് അപ്രോപ്രിയേറ്റ് വേർഡ്. ഹിസ് മദർ ഡിഡ് നോട്ട് അറ്റൻഡ് എനി സ്കൂൾ. ഷീ ഈസ് ഡാഷ്. അവന്റെ അമ്മ സ്കൂളിൽ പോയിട്ടില്ല. അപ്പം ഷീ ഈസ് ഡാഷ്. ഓപ്ഷൻ എ ഇല്ലിറ്ററേറ്റ്, ഓപ്ഷൻ ബി ഇല്ലെജിബിൾ, ഓപ്ഷൻ സി ഇലൂമിനേറ്റഡ്, ഓപ്ഷൻ ഡി ഇമ്മിനന്റ്. ആൻസർ വരുന്ന ഓപ്ഷൻ എ ആണ് ഇല്ലിറ്ററേറ്റ്. ഷീ ഈസ് ഇല്ലിറ്ററേറ്റ്. ഇനി ഇല്ലെജിബിൾ എന്ന് പറഞ്ഞാല് വായിക്കാൻ പ്രയാസമുള്ള കൈയക്ഷരം. വായിക്കാൻ പ്രയാസമുള്ള കൈയക്ഷരത്തിനാണ് ഇല്ലെജിബിൾ എന്ന് പറയുന്നത്. ഇലൂമിനേറ്റഡ് എന്ന് പറഞ്ഞാല് വെളിച്ചം നിറഞ്ഞത്. ഇമിനന്റ് എന്ന് പറഞ്ഞാല് തൊട്ടടുത്ത് തന്നെ നടക്കാൻ പോകുന്ന ഒരു കാര്യം, അതിനാണ് ഇമിനന്റ് എന്ന് പറയുന്നത്. 99ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ആന്റോണിം ഓഫ് ദ വേർഡ് കൺഫസ്. കൺഫസ് എന്ന വേർഡിന്റെ അനോണിം ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ അസേർട്ട്, ഓപ്ഷൻ ബി ഡെനി, ഓപ്ഷൻ സി നെഗ്ലക്ട്, ഓപ്ഷൻ ഡി
ഡിഫെൻഡ്. കൺഫെസ് എന്ന് പറഞ്ഞാല് സമ്മതിക്കുക എന്നാണ് അർത്ഥം. അതിന്റെ ആന്റോണിം വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഡെനി, നിഷേധിക്കുക. കൺഫെസ് എന്നതിന്റെ ആന്റോണിം ആണ് ഡെനി. ഇനി അസേർട്ട് എന്ന് പറഞ്ഞാല് ഉറപ്പിച്ച് പറയുക. അസേർട്ട് ഉറപ്പിച്ച് പറയുക. നെഗ്ലക്റ്റ് അവഗണിക്കുക. നെഗ്ലക്റ്റ് അവഗണിക്കുക. ഡിഫെൻഡ് പ്രതിരോധിക്കുക. ഡിഫെൻഡ് പ്രതിരോധിക്കുക. 100ാമത്തെ ക്വസ്റ്റ്യൻ. പിക്ക് ഔട്ട് ദ വൺ വേർഡ് വിച്ച് മീൻസ് ഏബിൾ ടു പെർഫോം വൺസ് ഡ്യൂട്ടീസ് വെൽ. ഏബിൾ ടു പെർഫോം വൺസ് ഡ്യൂട്ടീസ് വെൽ എന്നതിന്റെ വൺ വേർഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ, എഫിഷ്യന്റ്. ഒരാളുടെ ഡ്യൂട്ടി വളരെ നന്നായിട്ട് ചെയ്യാൻ ഉള്ള കഴിവ്. ഒരാളുടെ ഡ്യൂട്ടി വളരെ നന്നായിട്ട് ചെയ്യാനുള്ള കഴിവ്. അതിന്റെ വൺ വേർഡ് ആണ് ഓപ്ഷൻ എ, എഫിഷ്യന്റ്. ഇനി ഫെയ്ത്ത്ഫുൾ എന്ന് പറഞ്ഞാല് വിശ്വസ്തതയുള്ള എന്നാണ് അർത്ഥം. ഫെയ്ത്ത്ഫുൾ വിശ്വസ്തതയുള്ള. ഡിറ്റർമിൻഡ് എന്ന് പറഞ്ഞാല് ഉറച്ചു നിൽക്കുന്ന. ഡിറ്റർമിൻഡ് ഉറച്ചു നിൽക്കുന്ന. പങ്ക്ച്വൽ എന്ന് പറഞ്ഞാല് കൃത്യനിഷ്ഠയുള്ള. പങ്ക്ച്വൽ കൃത്യനിഷ്ഠയുള്ള. നമ്മൾ ഇന്ന് 181/2024 ക്വസ്റ്റ്യൻ പേപ്പറിലെ മലയാളം ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കിയത്. പുതിയൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു. ഹാപ്പി ലേണിംഗ്.